സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. രാത്രിയിലെ പവർ കട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയും രംഗത്തെത്തി. മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തത് പ്രതിസന്ധിയുണ്ടാക്കിയെന്ന് പിണറായി വിജയൻ വിമർശിച്ചു. വൈദ്യുതി മന്ത്രിക്ക് വിവരക്കേടെന്നായിരുന്നു എം എം മണിയുടെ പരിഹാസം. യുവജന സംഘടനകളുടെ പ്രതിഷേധവും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് LDF സർക്കാരിനെതിരെ UDF പ്രയോഗിച്ച പ്രധാന ആയുധങ്ങളിലൊന്നായിരുന്നു വേനൽക്കാലത്തെ വൈദ്യുതി നിയന്ത്രണം. പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന LDF വാദത്തെ UDF പ്രതിഷേധത്തിലൂടെയും പരിഹാസത്തിലൂടെയുമാണ് അന്ന് നേരിട്ടത്. എന്നാൽ ഭരണമാറ്റത്തിന് പിന്നാലെ അതേ ആയുധം തിരിച്ചു പ്രയോഗിക്കുകയാണ് ഇന്നത്തെ പ്രതിപക്ഷം. രാത്രിയിലെ ഓർക്കാപ്പുറത്തുള്ള കറണ്ട് കട്ടിനെതിരെ LDF നേതാക്കൾ ഒന്നൊന്നായി രംഗത്ത് വരുന്നു. അതിനെ നയിക്കുന്നതാകട്ടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. ഈ വൈദ്യുതി കട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാത്തതല്ല സർക്കാരിന്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻകൂറായി സ്വീകരിച്ചില്ല എന്നതാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ ദൗർബല്യം. ഒരേ സമയം വിമർശനവും പരിഹാസവും നിറഞ്ഞതായിരുന്നു മുൻ വൈദ്യുതി മന്ത്രി എം എം മണിയുടെ പരാമർശം. UDF സർക്കാരിന്റെ കാഴ്ചപ്പാടിലെ കുറവാണ് നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പോലെ മഴ കുറഞ്ഞപ്പോൾ വൈദ്യുതി ഡാമുകളിൽ വെള്ളം കുറയും, അപ്പോൾ ഉൽപാദനം കുറയും. ആ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും മന്ത്രിമാർക്കും ഈ ഗവൺമെന്റിനും UDF-നും കാഴ്ചപ്പാട് വേണം. കരാറുണ്ടാക്കിയാൽ ഇഷ്ടം പോലെ വൈദ്യുതി കിട്ടും. വിമർശനാഭിപ്രായങ്ങൾ മാത്രമല്ല, ശക്തമായ പ്രതിഷേധവും സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. DYFI സംസ്ഥാനത്തുടനീളം വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ തെരുവിലിറങ്ങി. തലസ്ഥാനത്ത് വൈദ്യുതി ഭവനിലേക്കായിരുന്നു DYFI മാർച്ച് സംഘടിപ്പിച്ചത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.